അകത്തുനിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിനകത്തുനിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. മർക്കോസ് 7:23. ഈ കാര്യങ്ങളുടെ ലിസ്റ്റ് കേട്ട് കഴിയുമ്പോൾ നാം എല്ലാവരും ഒന്ന് പതറിപ്പോകും. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ബുക്ക്ലെറ്റ് കിട്ടുമായിരുന്നു, തമ്പിയുടെ ഹൃദയം. അതിനകത്ത് ഈ ഹൃദയത്തിൻ്റെ ദുഷ്ടതകൾ മുഴുവനും ചിത്രീകരിച്ചിട്ടുണ്ട്. പാമ്പ്, തേള്, അമ്പ്, വാള്. ഒരു ഹൃദയത്തിൻ്റെ പടം വരച്ചിട്ട് അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയാണല്ലോ, എൻ്റെ ഹൃദയത്തിലും ഇതുപോലുള്ള ദുശ്ചിന്ത, കോപം, വ്യഭിചാരം, ദോഷം ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലും ഉണ്ടല്ലോ, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണല്ലോ എന്നുള്ള ചിന്ത നമ്മെ ഓരോരുത്തരെയും സങ്കടകരമായ രീതിയിൽ ബാധിക്കാനിടയുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 2:16 കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഇവിടെ പറയുകയാണ്, സ്വാഭാവികമായ ഹൃദയത്തോടു കൂടിയ മനുഷ്യന് ദൈവത്തിൻ്റെ വചനം ആരായാനോ ഗ്രഹിക്കാനോ കഴിയുന്നതല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു മനുഷ്യൻ ദൈവവചനത്തിൽ നിന്നും അനുദിനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമാറ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് പോലെ ആകും. തമ്പിയുടെ ഹൃദയം വായിച്ച് ദുഃഖിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപാന്തരമുണ്ടാകും, നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരമുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഒടുവിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായിത്തീരും. നമുക്ക് നമ്മുടെ ചിന്താഗതികളെ മാറ്റാം. എൻ്റെ ഹൃദയം മാംസളമായ ഒരു ഹൃദയമായിരിക്കുന്നു. പഴയ കല്ലായിട്ടുള്ള ഹൃദയം മാറിയിരിക്കുകയാണ്. അതിൽ ഞാൻ എൻ്റെ മനസ്സുറപ്പിക്കും.